വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ സീരീസ് പാർട്ട് 1 ആണ്. വേറൊന്നല്ല, ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഗെയിംസ്, പുറത്ത് പോകുന്ന വീഡിയോസ്, ഡാൻസ്, ട്രാൻസിഷൻസ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് കുറച്ച് ഉപയോഗങ്ങളൊക്കെ കാണും. പക്ഷെ നിങ്ങൾക്കൊരു ഉപയോഗങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റ് ആണ്, അല്ലാതെ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും വീഡിയോ ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇപ്പം എന്തുകൊണ്ടും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് ഈ ബാക്ക് ടു സ്കൂൾ ബന്ധപ്പെട്ട വീഡിയോസ്. സ്കൂളൊക്കെ തുറക്കാറായി. ജൂൺ 1 തോന്നുന്നത്. CBSE സ്കൂൾ തുറക്കുന്നത് ജൂൺ 1 തോന്നുന്നത്. എനിക്കെന്തായാലും ജൂൺ 1 ഉറപ്പിച്ചോന്ന് ചോദിച്ചാൽ ഏതൊരു ടീച്ചറിൻ്റെ ചോദിച്ചാണ്, ചിലപ്പോൾ മാറ്റം വരും, പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും ഈ ഒരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം ബാക്ക് ടു സ്കൂൾ ബന്ധിച്ച് 3-4 പാർട്ട് വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ പാർട്ട് 1 ഞാൻ പറയാൻ പോകുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്കൂൾ തുറന്ന് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, സ്കൂൾ തുറക്കുന്ന ടൈമിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ബാക്ക് ടു സ്കൂളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് താമസിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങളുടെ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു ക്ലിപ്പും എൻ്റേതല്ല. യൂട്യൂബിൽ നിന്നും പിൻട്രസ്റ്റിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള ക്ലിപ്പാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഡെമോ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നോട്ട് ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ ഫസ്റ്റ് തിങ് ആണ് മേക്ക് എ പ്രോപ്പർ റുട്ടീൻ. റുട്ടീൻ എന്ന് പറയുമ്പോൾ 3 റുട്ടീൻ കാണും. മോർണിംഗ് റുട്ടീൻ, നൈറ്റ് റുട്ടീൻ, സ്റ്റഡി റുട്ടീൻ. അപ്പം ഈ റുട്ടീൻ എന്നൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചു കുട്ടികളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. റുട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളൊരിക്കലും അയ്യോ ആ കാര്യം ഇന്ന് ചെയ്യാനുണ്ടായിരുന്നല്ലോ പക്ഷേ അത് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന് കാര്യം ഇന്ന് ചെയ്യണ്ടായിരുന്നു, നാളെ ചെയ്യാനുള്ള കാര്യമില്ലേ, അങ്ങനത്തെ കുറേ ടെൻഷൻസൊക്കെ വരും നമുക്ക്. അപ്പോൾ അതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ മോർണിംഗ് റുട്ടീൻ, നൈറ്റ് റുട്ടീൻ, സ്റ്റഡി റുട്ടീൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ റുട്ടീൻസൊക്കെ എഴുതി വെക്കുന്നത്. ഇത് എഴുതി വെക്കാൻ വേണ്ടി പുതിയ ഡയറി മേടിക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള പഴയ നോട്ട്ബുക്ക്സ് ഏതെങ്കിലും ഒന്നിൽ, നിങ്ങൾ കൂടുതലും തുറക്കുന്ന ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിൻ്റെ ആ ഒരു പേജിൽ എഴുതി വെച്ചിരുന്നാൽ മതി. ഇതിലിപ്പോൾ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുമ്പോൾ രാവിലെ നിങ്ങൾക്ക് ഒരു കംഫർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. രാവിലെ എണീക്കുക, പല്ല് തേക്കുക, റെഡിയാവുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അങ്ങനെ എല്ലാം എഴുതി വയ്ക്കുക. നൈറ്റ് റുട്ടീനിന് സ്കൂളിൽ വിട്ട് വന്നിട്ടുള്ള യൂണിഫോം ചേഞ്ച് ചെയ്യുക, സ്നാക്സ് കഴിക്കുക, ലഞ്ച് കഴിക്കുക, അങ്ങനത്തെയൊക്കെ കളിക്കുക, കുളിക്കുക, അങ്ങനത്തെ എല്ലാം നമുക്ക് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്റ്റഡി റുട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കൂളൊക്കെ തുറന്നു വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ആക്രാന്തമൊക്കെ കൂടുതലായിരിക്കും. എന്നും പറഞ്ഞ് സ്റ്റഡി റുട്ടീനിൽ രാവിലെ ഒരു 5 മണിക്കൂറും ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഒരു 12 മണിക്കൂർ പഠിക്കാനും അങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കുറേ വട്ടം അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി റുട്ടീൻസ് വെക്കുക. എന്ന് വെച്ചാൽ 24 മണിക്കൂറും പഠിക്കാതെ ഇടയ്ക്ക് ബ്രേക്കൊക്കെ വെച്ച് പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി റുട്ടീൻസ് വെക്കുക. അതാകുമ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യുമ്പോൾ മടുക്കത്തില്ല. അല്ലെങ്കിൽ എപ്പോഴും കണ്ടിന്യൂസ് പഠിച്ചിരുന്നാൽ നമുക്കായാലും ആർക്കായാലും മടുത്തു പോകും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത്തിരി ഡെമോ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും ഭംഗിയിൽ ചെയ്യണം, നിങ്ങൾ ഡിസൈൻ ചെയ്ത് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഒരു കംഫർട്ടിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. അടുത്തതാണ് മേക്ക് എ ടൈം ടേബിൾ കാർഡ്. സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് മെയിനായിട്ട് കിട്ടുന്നൊരു സംഭവമാണ് ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അത് ചില സ്കൂളിലൊക്കെ ഉണ്ട്, ഈ ഡയറിയുടെ ബാക്കിൽ തന്നെ നമ്മുടെ ടൈം ടേബിൾ കാണും. അപ്പോൾ ഈ ഓരോ പീരീഡ് കഴിയുമ്പോഴും ഈ ഡയറി തുറന്ന് നോക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ഒരു പോക്കറ്റ് ടൈം ടേബിൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തൊരു ടൈം ടേബിൾ നമ്മുടെ കയ്യിലോ പോക്കറ്റിലോ ഒക്കെ വെക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഡയറി തുറന്ന് നോക്കുന്നതിനെക്കാട്ടി നല്ല ഇതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്തൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കുന്ന ഡയറി തുറന്ന് നോക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ജസ്റ്റ് നമ്മുടെ ഒരു പേപ്പറിൽ ഇതുപോലെ ഡിസൈൻസ് ഒക്കെ വരച്ച്, ഇങ്ങനെ ഈ മോഡലിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ പിൻട്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡെമോസ് കിട്ടും. അതല്ല നിങ്ങളുടെ ഒരു ഡിസൈനിൽ ചെയ്യണം, അങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ എഴുതി നിങ്ങളുടെ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡയറി തുറന്ന് നോക്കേണ്ടി വരില്ല. ഇനിയിപ്പോൾ ഡയറി കയ്യിലില്ലെങ്കിൽ എല്ലായിടത്തും ചെന്ന് അടുത്ത പീരീഡ് ഏതാണെന്ന് ചോദിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു ടൈം ടേബിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. അടുത്തതാണ് പ്രിപ്പയർ ആൻ എമർജൻസി കിറ്റ്. ഞാൻ നിങ്ങൾക്കൊരു സീനറി പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ തുള്ളിച്ചാടി സ്കൂളിലൊക്കെ പോകുന്നു. ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു എമർജൻസി ആയിട്ടുള്ളൊരു സാധനം നിങ്ങളുടെ കയ്യിലില്ല. മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബാൻഡേജ്, സേഫ്റ്റി പിൻ, സാനിറ്റൈസർ, ഇതൊക്കെ ആയിരിക്കും. കയ്യിൽ 5 പൈസ പോലും കാണില്ല. അതൊക്കെ മേടിക്കണമെന്ന് വെച്ചാൽ കയ്യിൽ 5 പൈസ പോലും കാണത്തില്ല. അപ്പം നിങ്ങൾ ഓരോ ക്ലാസ്സിലും കയറി ഇറങ്ങി ബാൻഡേജ് ഉണ്ടോ, സേഫ്റ്റി പിൻ ഉണ്ടോ, അതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. മെയിനായിട്ട് തട്ടമിട്ട് വരുന്ന കുട്ടികളായിരിക്കും നമ്മളുടെ അവരുടെ അടുത്ത് ഒരു സേഫ്റ്റി പിൻ താടാന്ന് നമ്മൾ കാല് പിടിക്കേണ്ട അവസ്ഥ വരും. അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എമർജൻസി കിറ്റ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എമർജൻസി കിറ്റിൽ മെയിനായിട്ട് വെക്കേണ്ട സാധനങ്ങൾ, ഒന്ന് സാനിറ്റൈസർ, പിന്നെ എന്തെങ്കിലും എമർജൻസി മെഡിസിൻസ്, പിന്നെ സാനിറ്ററി പാഡ്, പെയിൻ റിലീഫ് ജെൽ ഓർ സ്പ്രേ,
പിന്നെ സേഫ്റ്റി പിൻസ്, പിന്നെ നമ്മൾ ഹെയർ ക്ലിപ്പ്, ടൈ, ഹെയർ പിൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം എമർജൻസിക്ക് വേണ്ടി. അതൊക്കെ വേണ്ടേ നമുക്ക്. പിന്നെ ഒരു മിനി പെർഫ്യൂം വെക്കണം. ഇതൊക്കെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകണം. പിന്നെ പേപ്പർ സോപ്പ്, പിന്നെ എന്തെങ്കിലും ഒരു ഓയിൽമെൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽമെൻറ്റ് എടുക്കാം. ഇപ്പം ടിബാറ്റോ അങ്ങനെ നിങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 50 രൂപയെങ്കിലും മിനിമം നമ്മുടെ കയ്യിൽ വെക്കണം. 50 20. ബസ്സിലൊക്കെ പോകുന്നവരാണെങ്കിൽ പൈസ കയ്യിൽ കാണും, അല്ലാത്തവരും എമർജൻസി ആയിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ് ഈ മണി. പിന്നെ ഇതൊക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനത്തെ പൗച്ച് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഉള്ളൊരു പൗച്ചിനകത്ത് ഇതൊക്കെ വെച്ചാൽ മതി. ഇനി അടുത്തതാണ് പ്രിപ്പയർ ബാഗ് ആൻഡ് പൗച്ച്. പുതിയ ബാഗൊക്കെ മേടിച്ചിട്ടുള്ളവരാണെങ്കിൽ അതെടുക്കുക. ഇനിയിപ്പോൾ പഴയ ബാഗ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളിൽ കഴിഞ്ഞ വർഷത്തെ ലഞ്ച് ബോക്സോ ബുക്കോ പേനയോ എന്തെങ്കിലുമൊക്കെ കാണുമില്ലേ, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. അതും വെച്ചുകൊണ്ട് അടുത്ത വർഷം പോകരുത് പ്ലീസ് ഗൈസ്. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളിലും കൂടെ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കുക. പിന്നെ നിങ്ങളുടെ മെയിനായിട്ട് വേണ്ട ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക് എല്ലാം എടുത്ത് വെക്കുക. തലേ ദിവസം തന്നെ എടുത്ത് വെക്കാൻ വേണ്ടി നോക്കുക. അന്ന് രാവിലെ സമയമില്ലാത്ത സമയത്ത് ഇടുന്ന് ഓടുന്നതിനെക്കാട്ടി നല്ലതാണ് തലേ ദിവസം ടൈം ടേബിൾ നോക്കി നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നിങ്ങളുടെ പൗച്ചിനകത്ത് വെക്കാനുള്ള സാധനങ്ങൾ എല്ലാം എക്സ്ട്രാ ഒരെണ്ണം വെക്കണം. പേനയാണെങ്കിൽ 2 പേന, പെൻസിലാണെങ്കിൽ 2 പെൻസിൽ, എല്ലാം എക്സ്ട്രാ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്നിൻ്റെ മഷി ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കിടന്ന് തെണ്ടേണ്ടി വരും. പിന്നെ സ്കെയില്, ഷാർപ്പ്നർ, എറേസർ അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നിങ്ങളുടെ ഹൈലൈറ്റേഴ്സ്, വൈറ്റ്നർ, സ്റ്റാപ്ലർ, പിന്നെ സിസേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതൊക്കെ വയ്ക്കുക. പിന്നെ അതെല്ലാം സെറ്റ് ചെയ്ത്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ സാധനങ്ങൾ. പിന്നെ എമർജൻസി കിറ്റും കൂടെ വെക്കാൻ വേണ്ടി മറന്നു പോകരുത്. കാരണം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് മാത്രം എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരിതാണ്. ഇനി അടുത്തതാണ് ക്ലീൻ യുവർ ബെഡ് ആൻഡ് സ്റ്റഡി ഏരിയ. പിന്നെ ഇത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മളുടെ സ്റ്റഡി ഏരിയയും ബെഡും ഒക്കെ ഒന്ന് ക്ലീൻ ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പ്രൊഡക്ടിവിറ്റി എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ കയറി വരും. പഠിക്കാനുള്ളൊരു ഫീലും എല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടും. അതേസമയം റൂം മൊത്തം അലങ്കോലമായി കിടക്കുകയാണെങ്കിൽ ഒന്നിനൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ മടി പിടിച്ചിരിക്കും. പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളൊരു പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എൻവയോൺമെൻറ്റും കൂടെ അതിൻ്റെ കൂടെ നന്നായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമില്ലേ. ഇനി അടുത്തതാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഡെസ്ക്. എല്ലാവരും പറയും ഡെസ്കിൽ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ, അവിടെ ഇരുന്ന് പഠിക്കുന്നതാണ് ശരി, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെ ഇരുന്ന് പഠിക്കുന്നതാണോ കംഫർട്ടബിൾ അവിടെ തന്നെ ഇരുന്ന് പഠിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഡെസ്കിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇവിടെ നോക്കിയിരിക്കും, പഠിക്കാൻ ഒരു മൂഡ് കിട്ടുന്നില്ല, ജസ്റ്റ് വായിച്ച് പോകുന്നേ ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ബെഡിൽ ഇരുന്ന് പഠിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്, എല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് നമ്മൾ ബെഡിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നതാണ്. നമുക്ക് കംഫർട്ടബിൾ എവിടെയാണോ അവിടെ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ. അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ ഡെസ്കിൽ ഇരുന്ന് മാത്രമേ പഠിക്കാവൂ, അതൊന്നും അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ അവിടെ ഇരുന്ന് നിങ്ങൾ പഠിക്കുക. ഇനി അടുത്തതാണ് ഒരു ക്വിക്ക് സെൽഫ് കെയർ. സെൽഫ് കെയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു 100 പ്രൊഡക്റ്റ് എടുത്ത് മുഖത്ത് തേക്കുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ അത് മൈൻഡ് സെറ്റിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസിൽ വരുന്ന കാര്യങ്ങളുണ്ട്, ഹെയർ ഉണ്ട്, ബോഡി ഉണ്ട്, അങ്ങനെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മോയ്സ്ചറൈസർ, നല്ല ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണം. ഇതും സ്കൂളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പുതിയ നമ്മളായി മാറണ്ടേ. എപ്പോഴും ഫോളോ ചെയ്യുന്ന റുട്ടീൻ തന്നെ ഫോളോ ചെയ്തിട്ടിരുന്നാൽ നമുക്കൊരു മടുപ്പാണ്. നമ്മളൊരു പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മളുടെ സ്വഭാവങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം. അപ്പോൾ പിന്നെ ഈ സെൽഫ് കെയർ ഇങ്ങനെ ബോഡി, ഹെയർ, ഫേസൊക്കെ ചെയ്യുന്ന പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ മൈൻഡ് സെറ്റും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക എന്ന് പറയുന്നത്. അത് വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഈ മൊബൈലൊക്കെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറങ്ങി നേച്ചറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നെയിൽ ക്ലീനിങ് അല്ലെങ്കിൽ ഗ്രൂമിങ് എന്ന് പറയുന്നത്. ചില സ്കൂളിലൊക്കെ ഉണ്ട് നെയിൽസ് ഒന്നും അലൗഡേ അല്ല, നെയിലൊക്കെ വെട്ടി നല്ല ക്ലീൻ ആക്കി കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ സ്കൂളിൽ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ സ്കൂളിലുള്ളവരാണെങ്കിൽ മെയിനായിട്ടും ചെയ്യേണ്ട കാര്യമാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ നെയിൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് ഗ്രൂം ചെയ്തെടുക്കുക എന്നുള്ളത്. കാലിലും കൂടെ ചെയ്യാനായിട്ട് മറന്നുപോലെ, കയ്യിൽ മാത്രമല്ല കാലിലും കൂടെ ചെയ്യണം. അടുത്തതാണ് പ്രിപ്പയർ മോർണിംഗ് ആൻഡ് ബാക്ക് പാക്ക് ചെക്ക് ലിസ്റ്റ്. അപ്പോൾ ഇതെന്താണെന്ന് ഭയങ്കര ഡൗട്ടായിരിക്കും നിങ്ങൾക്ക്. വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ റുട്ടീനൊക്കെ എഴുതിയപ്പോൾ നമ്മൾ എന്താ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇത് നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിന് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും രാവിലെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മോർണിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ബാക്ക് പാക്ക് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പാക്കിൽ ആവശ്യമുള്ള എന്തൊക്കെയാണ് വെക്കാനുള്ളത് അതൊക്കെയാണ്. അപ്പോൾ മോർണിംഗ് ചെക്ക് ലിസ്റ്റിൽ വേക്കപ്പ് ഏർലി, ബ്രഷ് ടീത്ത്, ടേക്ക് ബാത്ത്, വെയർ യൂണിഫോം അങ്ങനെയൊക്കെ എഴുതി വെക്കുക. പിന്നെ ബാക്ക് പാക്ക് ചെക്ക് ലിസ്റ്റിൽ വരുമ്പോൾ നിങ്ങൾ ബാക്ക് പാക്കിൽ അല്ലെങ്കിൽ ബാഗിൽ എന്തൊക്കെയാണ് വെക്കേണ്ടത് അതെല്ലാം എഴുതി വെക്കുക. കാരണം എന്തെങ്കിലും ഒരു കാര്യം മറക്കാതെ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയിട്ടില്ല ആരെങ്കിലും ഉണ്ടോ ഗൈസ്? അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിതുപോലെ എഴുതി വെക്കേണ്ടത്. അപ്പം ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, പെൻസിലെല്ലാം എടുക്കുക.
പിന്നെ ഇത് വോളിലൊക്കെ ഒട്ടിച്ച് വെക്കുന്നതിനെക്കാട്ടി നല്ലതാണ് നമ്മൾ ഡെസ്കിൻ്റെ മുകളിൽ വെക്കുന്നത്. അതാകുമ്പോൾ നമ്മൾ രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ നമുക്ക് ചെയ്യണം എന്ന് തോന്നും. വോളിലൊക്കെ ഒട്ടിച്ച് വെച്ചാൽ നമ്മൾ അത്രയും ശ്രദ്ധിക്കത്തില്ല. ഇങ്ങനെ നോട്ട് പാഡ് വേണമെന്നൊന്നുമില്ല, ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതിയാൽ മതി. അടുത്തതാണ് ക്യാരി എ പേഴ്സണൽ നോട്ട്ബുക്ക്. നമ്മൾ എത്രയൊക്കെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും റഫ് നോട്ട് വരെ കൊണ്ടുപോയാലും നമുക്ക് പേഴ്സണലായിട്ടൊരു നോട്ട്ബുക്ക് വേണം. വേറെ ഒന്നിനുമല്ല, നമ്മളിങ്ങനെ ക്ലാസ്സിൽ ബോറൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ വീട്ടിൽ വന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ആലോചിച്ചൊരു ടു ഡു ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് ക്ലാസ്സിൽ ബോറടിച്ച് ഫ്രീ പീരീഡൊക്കെ ഉള്ള ടൈമിലൊക്കെ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു നോട്ട്ബുക്ക് കൊണ്ടുപോകുന്നത് അത്യാവശ്യമാണ്. അതിനിപ്പോൾ വലിയ മണ്ടൻ നോട്ട്ബുക്കൊന്നും കൊണ്ടുപോകേണ്ട, ഒരു ചെറിയ നോട്ട് പാഡോ അല്ലെങ്കിൽ DIY ഒരു ബുക്ക് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ കുറേ DIY ബുക്സിൻ്റെ ക്രാഫ്റ്റ്സൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ തന്നെ ഒരു ബുക്ക് ഉണ്ടാക്കി കൊണ്ടുപോയാലും മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഗെറ്റ് ഗുഡ് സ്ലീപ്പ്. പഠിക്കുന്നതും സ്കൂളിൽ പോകുന്നതും കഴിക്കുന്നതും എല്ലാത്തിൻ്റെയും മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സ്ലീപ്പ് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം 12 മണിക്കൂർ പഠിച്ചിട്ട് 5 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ അത് വളരെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ എന്നും ഫോളോ ചെയ്യുന്ന പോലെ രാത്രി ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും തലേ ദിവസവും. നാളെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്, ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ബോധം നമ്മുടെ മൈൻഡിൽ കാണത്തില്ല. അപ്പോൾ അതെല്ലാം കൂടെ മാറ്റി വെച്ച് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ തുറക്കുന്ന തലേ ദിവസമായിട്ട് നമ്മൾ നല്ല രീതിയിൽ സ്ലീപ്പ് ചെയ്യുക. തലേ ദിവസം മാത്രമല്ല, എന്നും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്നും അങ്ങനെ ആയിരിക്കണം. ഫോൺ നോക്കി ഇരിക്കുന്ന പരിപാടി പറ്റില്ല ഗൈസ്. അടുത്തതാണ് ബി മെൻ്റലി പ്രിപ്പയർഡ്. ലാസ്റ്റ് വൺ ദ ബെസ്റ്റ് വൺ. എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ 2 ടൈപ്പ് ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ഒന്ന്, അയ്യോ സ്കൂൾ തുറക്കുകയാണല്ലോ, ഫ്രണ്ട്സിനെയൊക്കെ കാണാമല്ലോ, കുറേ ടീച്ചേഴ്സിനെ കാണാം, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ കാണാമല്ലോ സ്കൂളിൽ ചെന്നിട്ട്. രണ്ടാമത്തെ ആളായിരിക്കും, ഇനിയിപ്പോൾ സ്കൂൾ തുറന്നല്ലേ, ഇനിയിപ്പോൾ അവരുടെ മുഖമൊക്കെ കാണണ്ടേ, ഇനിയിപ്പോൾ കുറേ പേരുടെ മുഖം കാണണ്ടേ, അവരുടെ അടുത്ത് സംസാരിക്കണ്ടേ എന്നുള്ളതായിരിക്കും. സോ ലെറ്റ്സ് ബി റിയൽ. നമുക്ക് അങ്ങനെ കുറേ ഫ്രണ്ട്സ്, സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഒരു പാർട്ട് ഉണ്ട്. പക്ഷേ സ്കൂൾ മൊത്തത്തിൽ ഫ്രണ്ട്സ് മാത്രമാണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ വളരെ തെറ്റാണ്. സ്കൂളിൽ പോകുന്നത് ഫ്രണ്ട്സിനോട് സംസാരിക്കാം, ഓക്കെ, അതൊക്കെ വേറെ. അല്ലാതെ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ഉണ്ട് അവിടെ. സോ ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് നോ ഫ്രണ്ട്സ് അതർ ദാൻ ഹാവിങ് ഫേക്ക് ഫ്രണ്ട്സ്. ചിലവർക്കൊക്കെ കുറേ ഫ്രണ്ട്സ് കാണും, അവരെല്ലാവരും റിയൽ ആവണം എന്നില്ല, ചിലർക്കൊക്കെ ഫേക്ക് ഫ്രണ്ട്സും കാണും. അപ്പം ഞാൻ പറയുവാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേ എലോൺ അതർ ദാൻ ഹാവിങ് എ ലോട്ട് ഓഫ് ഫേക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ഇല്ലയെന്നും പറഞ്ഞ് ഇനി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഫോർ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടും എന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് ഉള്ളതൊരു തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് റിയൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ അതേപോലെ ആ ബോണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഫ്രണ്ട്സ് ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പിന്നെ വേറൊരു കാര്യമായിരിക്കും, നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. സ്കൂളിൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര തുള്ളിച്ചടിക്ക് ഇറങ്ങും. സ്കൂളിൻ്റെ ആ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴായിരിക്കും അയ്യോ ഇനിയിപ്പോൾ ക്ലാസ് കണ്ടുപിടിക്കണം, ആരടുത്ത് ചോദിക്കും, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെ ഭയങ്കര ടെൻഷനായിരിക്കും. സോ ലെറ്റ് മീ സേ വൺ തിങ്, നിങ്ങളെപ്പോലെ തന്നെയാണ് ആ സ്കൂളിലുള്ള പകുതി പേരും. അതുകൊണ്ട് തന്നെ ആ ടെൻഷനൊക്കെ മറന്ന് ബി കോൺഫിഡൻറ്റ് ആൻഡ് ബി പോസിറ്റീവ് ഇൻ എവറിത്തിങ്സ്. അല്ലാതെ അവരുടെ അടുത്ത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് എവിടെയാണെന്ന് ടീച്ചറിനോട് ചോദിക്കുമ്പോൾ ടീച്ചർ വല്ല തിരിച്ച് പറയും, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഡയറക്റ്റായിട്ട് പോവുക, എവിടെയാണ് ക്ലാസ് എന്ന് ചോദിക്കുക, ക്ലാസ്സിൽ പോവുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക, അങ്ങനെ ഇരിക്കുക, പഠിക്കുക, തിരിച്ച് വരിക, അങ്ങനെ തന്നെ. നിങ്ങളെപ്പോലെ തന്നെയാണ് ബാക്കി കുട്ടികളും. നിങ്ങൾക്കും ടെൻഷൻ കാണും, അവർക്കും ടെൻഷൻ കാണും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു ഫണ്ണോ ഒന്നും കാണത്തില്ല. അപ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എല്ലായിടത്തും പോയി സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒരു കോൺഫിഡൻറ്റ് ബൂസ്റ്റിംഗ് ആണ്. നിങ്ങൾ അവർക്കും കൂടെ കുറച്ച് കോൺഫിഡൻസ് കൊടുക്കുന്ന പോലെയാണ്. സോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസും ബാക്ക് ടു സ്കൂൾ സീരീസിലെ പാർട്ട് 2, 3, 4 അങ്ങനെ കുറേ പാർട്സ് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എത്രത്തോളം ഇടാൻ പറ്റുന്നോ അത്രത്തോളം ഇടാം. പിന്നെ സ്കൂളിൽ എല്ലാ ദിവസവും ഇടാനും പറ്റില്ല. ബാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈമിലുള്ള കാര്യങ്ങളെ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം പാർട്സൊക്കെ ഇടാനായിട്ട് ഞാൻ നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്, തീർച്ചയായും ചെയ്യണം. അപ്പോൾ ഗുഡ് ലക്ക് ഫോർ എവ്രി വൺ. സ്കൂളൊക്കെ തുറക്കാറായി, ഐ നോ. സോ നിങ്ങൾ എന്തൊക്കെ എല്ലാം പ്രിപ്പയർ ചെയ്തോ എല്ലാം എന്നുള്ള കമൻറ്റിൽ പറയുക. സോ ബൈ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.